മകനെ, തേൻ തിന്നുക, അത് നല്ലതല്ലോ. തേൻ കട്ട നിന്റെ അണ്ണാക്കിന് മധുരമത്രേ. ജ്ഞാനവും നിന്റെ ഹൃദയത്തിന് അങ്ങനെ തന്നെ എന്നറിയുക. നീ അത് പ്രാപിച്ചാൽ പ്രതിഫലമുണ്ടാകും. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. സദൃശ്യവാക്യങ്ങൾ 24 പറയുന്നത്, തേനും തേൻകട്ടയും നിന്റെ വായ്ക്ക് നിന്റെ അണ്ണാക്കിന് മധുരമായിരിക്കുന്നത് പോലെ വചനം നിനക്ക് മധുരമായിരിക്കണം. വചനത്തിലൂടെ നീ ജ്ഞാനം പ്രാപിക്കണം. പ്രാപിച്ചാൽ ഇപ്പൊ പറയുന്നില്ലേ നിരാശ, അത് മാറും. എല്ലാവർക്കും കിട്ടി, എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നില്ലേ? കർത്താവിനെ കാത്തിരുന്നിട്ട്, പ്രാർത്ഥിച്ചിട്ട്, ഉപവസിച്ചിട്ട്, നീതിയോടെ നടന്നിട്ട്, അവൻ്റെ മുമ്പിൽ സിൻസിയറായിരുന്നിട്ട്, അവനെ വിളിച്ചപേക്ഷിച്ചിട്ട് ഒന്നും കിട്ടിയില്ലെന്ന് പറയുന്നില്ലേ? അത് മാറും. വിശക്കുന്നവന് കയ്പുള്ളതൊക്കെയും മധുരം. ഈ ഒരു വിശപ്പ് ദൈവം തരികയാണ്. എല്ലാവർക്കും കൊടുത്ത് നിനക്ക് തരാത്ത എന്തിനാണ്? ആരും പ്രാപിക്കാത്ത നിനക്ക് തരാനാണ്. മറ്റുള്ളവർ കയ്പെന്ന് പറഞ്ഞ് മാറ്റിവെച്ച വിഷയങ്ങളുണ്ട്, അത് നീ മധുരമാക്കും. അതാണ് ജ്ഞാനം. അതിൻ്റെ പേരാണ് പ്രത്യാശ. ആശയ്ക്കു മീതെ ആശ. എല്ലാവരും നിരാശയെന്ന് പറയുന്നതിൻ്റെ വിഷയത്തിനപ്പുറത്ത് നീ ഒരു ആശ കാണിച്ചു കൊടുക്കും. കുറ്റക്കൂരിരുട്ടെന്ന് പറയുന്നതിനപ്പുറത്ത് അവർക്ക് നീ ഒരു ആശാദീപം, വെളിച്ചം കാണിച്ചു കൊടുക്കും. എല്ലാ മനുഷ്യരുടെ കണക്കൂട്ടലിനും പിശാചിന്റെ കണക്കൂട്ടലിനെ തകർക്കാൻ നിനക്ക് ദൈവം ഒരു പ്രത്യാശ തരും. അതാണ് ദൈവിക ജ്ഞാനം. അതൊരിക്കലും തോൽക്കുന്നില്ല, ക്ഷീണിക്കുന്നില്ല, തളരുന്നില്ല.